വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. കാരണം ഞാനെടുത്ത തീരുമാനം തെറ്റിയില്ല എന്നെനിക്കിപ്പോൾ തോന്നുന്നു. സത്യം പറയുകയാണെങ്കിൽ എന്നെ ഇന്നലെ എല്ലാവരും പത്രക്കാർ വിളിച്ചു ഒന്ന് സംസാരിക്കാൻ. പക്ഷേ ഇവിടെ നിന്ന് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയത്, ഈ വീട്ടിൽ നിന്ന് നെഞ്ഞു പൊട്ടിക്കൊണ്ടാണ് ഞാൻ ഈ മറ്റേ പ്രസ്ഥാനത്ത് പുറത്തേക്ക് പോയത്. പൊട്ടിക്കരഞ്ഞു എന്ന് പറഞ്ഞാൽ മനസ്സിൽ പൊട്ടിക്കരഞ്ഞ് സങ്കടം കൊണ്ട്, അപമാനം കൊണ്ട്, ചവിട്ടിക്കുത്തലെല്ലാം കൊണ്ട് കരഞ്ഞുകൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്ത് ഇവിടുന്ന് ഞാൻ പോയത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മുന്നറിയിപ്പ് കൊടുത്ത, കാരണം ഞാൻ ഈ പ്രസ്ഥാനത്ത് പോകുന്നതിന് 2 ദിവസം ഒരു ചേട്ടൻ പറഞ്ഞ മാതിരി സംസാരിക്കാറില്ല, രാഷ്ട്രീയം സംസാരിക്കാറില്ല. കാരണം വേറെ ഒന്നുമല്ല, ചില ആളുകൾ പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു എവിടെയോ ഒരു പിൻവലിയും. പക്ഷെ ഇത് ഞാൻ ഉറച്ച തീരുമാനമായിരുന്നു. ആര് പറഞ്ഞാലും ഞാനിനി എൻ്റെ വഴിക്കാണ് എന്നൊരു തോന്നൽ. കാരണം ഞാൻ എൻ്റെ സങ്കടങ്ങൾ എൻ്റെ പഴയ പ്രസ്ഥാനത്തിലെ നേതാക്കളോട് പറഞ്ഞ് 1-2 പേരുടെ മുമ്പിലിരുന്ന്, ആരാ പേര് എന്നൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയില്ല, ആരെങ്കിലും നിഷേധിച്ചാൽ ഞാൻ പേര് പറയും, മുമ്പിലിരുന്ന് എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. പലരും എന്താ പറഞ്ഞത്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ. ഇതൊന്നും ആരും ചെവി കേട്ടില്ല. പിന്നെ എനിക്ക് തോന്നി ഞാനിവിടെ നിൽക്കുന്നതിലൊരു കാര്യമില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാം അവസാനിപ്പിച്ച് അങ്ങ് പോവാം എന്നുള്ളൊരു തോന്നലായിരുന്നു. അപ്പോൾ ഇന്നലെ എൻ്റെ കെ മുരളീധരൻ പറയുന്ന കേട്ടു, അദ്ദേഹം എല്ലാം അവസാനിപ്പിച്ച് പോവുകയാണ്. എനിക്ക് അങ്ങനെ ഒരു തോന്നൽ എൻ്റെ ആരോടും പറഞ്ഞില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു, എന്തിന് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോകണം, എൻ്റെ കയ്യിൽ തെറ്റൊന്നുമില്ല. പിന്നെ BJP എന്നൊരു പ്രസ്ഥാനത്തിനെ പറ്റി ഞാൻ കേട്ട കാര്യങ്ങളല്ല എനിക്ക് ഉള്ളിൽ വന്നപ്പോൾ അനുഭവിച്ചു. ഈ വർഗീയതയുടെ പേര് പറഞ്ഞ് ഇപ്പം തന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്രയും UDF ഒരു കിട്ടിയെന്നുള്ളത് നമുക്കറിയാം. ഒരു പ്രത്യേക വിഭാഗം സമൂഹം അവരെ പറഞ്ഞ് പേടിപ്പിച്ച് കോൺഗ്രസ്സാണ് ഇപ്പോൾ വെറുപ്പിൻ്റെ രാഷ്ട്രീയം കളിക്കുന്നത്. ജാതി മതങ്ങളുടെ പേര് പറഞ്ഞ് ഇവർ വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, നിങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കാര്യമില്ല ഇവിടെ. അവരെല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നതാണ്. ഇത് പറഞ്ഞ് ഉണ്ടാക്കി ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം ജാതി കളിക്കുന്നതും വെറുപ്പിൻ്റെ രാഷ്ട്രീയം കളിക്കുന്നതും കോൺഗ്രസ്സാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും പേടിച്ചിട്ട്, അവർക്കല്ലാണ്ട് പ്രത്യേകിച്ച് എന്താ പറയുക, BJPയോട് ദേഷ്യം അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇവരെ പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് പാകിസ്ഥാനിൽ എന്ത് പറയണോ. 1-2 കോൺഗ്രസ്സുകാർ സംസാരിക്കുമ്പോൾ പറയാം, ഞങ്ങളൊക്കെ രാജിവെച്ച് BJP പോവാം, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോക്കുമെന്ന്. ഏത് പറഞ്ഞു കൊടുക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചൊരു സമൂഹത്തിനെ തന്നെ പേടിപ്പിച്ചിരിക്കുകയാണ്. അതിന്ന് പുറത്ത് കിടക്കാൻ അവർ ചെയ്യണം. അവരാണത് ആലോചിക്കേണ്ടത്. അങ്ങനെയാണോ ഇത്രയും കാലം എന്താ പറയുക, ഇവിടെ വാജ്പേയിയൊക്കെ ഭരിച്ചിരുന്നില്ലേ, ഏതെങ്കിലും ഒരു അന്യജാതിക്കാർക്ക് ഇവിടുന്ന് പോണ്ടി വന്നിട്ടുണ്ടോ? അതൊക്കെ കഴിഞ്ഞ് കാലങ്ങൾ എത്രയാണ്. അപ്പം ഇത് പറഞ്ഞാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തമ്മിലടുപ്പിക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിന് ദേശീയ തലത്തിൽ ശരിയാണ് 230 സീറ്റ്, 30 സീറ്റ് മമതയുടെ ആണെന്നാണ് എൻ്റെ അറിവ്. അതിൽ മമതാ ബാനർജി ആണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല. അവർ ഇന്ത്യ മുന്നണിയുടെ വോട്ട് കിട്ടാണ്ട് ജയിച്ചവരാണ്. അവർ ഇന്ത്യ മുന്നണിയിലേക്ക് വരണമെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ മാത്രമേ ശ്രീമതി മമതാ ബാനർജി വരികയുള്ളൂ. പിന്നെ എങ്ങനെ ഈ 200 പേരെയും വെച്ചിട്ട് എന്ത് മന്ത്രിസഭ ഉണ്ടാക്കും എന്നാണ് പറയണത്. ഞാൻ പറയണത് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറയേണ്ടത്, നിങ്ങളെല്ലാവരും നന്നായി ജേർണലിസം വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. അതുകൊണ്ട് ദയവ് ചെയ്ത് ആലോചിച്ച് അങ്ങനെ ഒരു, ഇപ്പോൾ തൃശ്ശൂരത്തെ ജനങ്ങൾ ഏറ്റവും അധികം രാഷ്ട്രീയത്തിൽ, എൻ്റെ പിതാവ് പണ്ട് പറയാറുണ്ട്, തൃശ്ശൂർ രാഷ്ട്രീയം പഠിച്ചോ, ലോകത്ത് എവിടെ പോയിട്ടും രാഷ്ട്രീയം കളിക്കാൻ. ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിയില്ലാത്തവരൊന്നുമല്ല, നല്ല ബുദ്ധിയുള്ളവരാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് സുരേഷ് ഗോപിയെ പോലെ ഒരു മനുഷ്യസ്നേഹി, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനപ്പുറം ബന്ധങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കമ്മ്യൂണിറ്റി ഒന്നും പ്രശ്നമായില്ലല്ലോ. അദ്ദേഹം എനിക്ക് തോന്നുന്നു 7-6 സീറ്റിലും ലീഡാണ്. അപ്പോൾ പിന്നെ ഒന്നെടുത്ത് നോക്കിയാൽ അവിടെ രാജീവ് ചന്ദ്രശേഖരൻ തൊട്ട്
1 ലക്ഷത്തിൻ്റെ അടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന തരൂരിനെ ഒരു മാസം കൊണ്ടാണ് മലത്തിയടിച്ച് 16,000 വോട്ടിലേക്ക് എത്തിച്ചത്. പിന്നെ ഓരോ ജില്ലയിലെടുത്ത് നോക്കിയാലും ഇപ്പോൾ ആറ്റിങ്ങലാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ അവരെല്ലാം വോട്ട് പിടിച്ചിട്ടുള്ളത് 25% മേലെയാണ്. അപ്പോൾ ഈ കോൺഗ്രസ്സുകാരുടെ ഈ ജാതി പറഞ്ഞിട്ടുള്ള ജാതി ഏറ്റവും പറയുന്നത് കോൺഗ്രസ് തന്നെയാണ്. അത് ആ പ്രസ്ഥാനത്തിൽ നിന്നൊരാളായതുകൊണ്ട് കൂടെ കടന്നവനെ രാപ്പനി അറിയും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ അത് മാറ്റിയില്ലെങ്കിൽ ഇത് കുറച്ച് നാളത്തേക്ക് ഓടും, അധികം നാളത്തേക്ക് ഓടില്ല എന്ന് മനസ്സിലായത് ഇവിടെ ശ്രീ സുരേഷ് ഗോപി ഇത്രയധികം ഭൂരിപക്ഷത്തിന് ജയിച്ച് കയറിയപ്പോഴാണ്. ഇതൊന്നും ഇവർ നല്ല മനുഷ്യന്മാർ നല്ല ഉദ്ദേശത്തോടുകൂടി വരുന്നവരാരെയും കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കും. പിന്നെ ഞാൻ ഇപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് തോറ്റയിലേക്ക് അതിലേക്ക് ഒന്നും കടക്കാൻ ആഗ്രഹിക്കണില്ല. ഒരു കാര്യം ഞാൻ ഇന്നലെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതായത് ഞാൻ ഇവിടുത്തെ എല്ലാ കോൺഗ്രസ്സുകാരെയും ഞാൻ കുറ്റം പറയില്ല. നല്ല ആളുകളുണ്ട്, വളരെ നല്ല ആളുകളുണ്ട്. പക്ഷെ അവരുടെ കയ്യിൽ അധികാരങ്ങളില്ല. അധികാരങ്ങൾ ഒരു കോക്കസിൻ്റെ കയ്യിലാണ്. അപ്പം അതുള്ളിടത്തോളം കാലം ഇനി ആഗ്രഹമൊന്നുമില്ല കാര്യം പറയാം. കാരണം ഞാൻ എൻ്റെ പിതാവ് പലരോടും ക്ഷമിക്കുന്ന ഞാൻ അത്ര കണ്ട് ക്ഷമിക്കാനുള്ളൊരു മനസ്സായിട്ടില്ല. കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ആവുമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എവിടേക്കോ പോസ്റ്ററും ബോർഡൊക്കെ കണ്ടു ഞാൻ. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇപ്പോഴും ഇവിടെ നല്ല വിവരമുള്ള കോൺഗ്രസ്സുകാരുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനും ഈ വിജയത്തിൽ നിങ്ങളെല്ലാവരും എന്തൊക്കെ പറഞ്ഞാലും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഒരിക്കലും മറക്കില്ല. കാരണം തൃശ്ശൂരുകാർ പൊതുവേ ഉണ്ട്, എടുത്തടിച്ചങ്ങോട്ട് പറഞ്ഞാലും അവരുടെ ഉള്ളിൽ, കാരണം ഞാൻ തൃശ്ശൂരുകാരിയാണ്, എൻ്റെ വളരെയധികം നന്മകളുള്ളൊരു മനുഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് ഇവിടെ ജയിക്കാൻ പറ്റിയത്. അത് ഇനിയും ഇപ്പോൾ പറഞ്ഞ എത്രയോ ശതമാനം 6.5% എല്ലാ സ്ഥലത്തും കൂടിയിട്ടുള്ളത്. ബാക്കി എല്ലാവർക്കും കുറയുക ചെയ്തിട്ടുള്ളത്. BJPക്ക് ഓരോ പ്രാവശ്യവും വോട്ട് ഷെയർ കൂടുകയാണ് ചെയ്യുന്നത്. അത് ഇനിയും കൂടും. ഇനിയും പല താമരകളും ഞാൻ അന്ന് പറഞ്ഞു, ആദ്യത്തെ താമര എവിടെയെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇനിയും താമരകൾ വിരിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചളിയിൽ വിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. പക്ഷെ ചളിയിൽ വിരിഞ്ഞാലും ആ ചളി പോലും നമ്മൾ നോക്കുന്ന താമരയുടെ സൗന്ദര്യം കണ്ടിട്ടാണ്. അങ്ങനെ താമരകൾ വിരിയട്ടെ. എല്ലാവരും കുറേ നാളുകൾക്ക് ശേഷം കണ്ടത് ഈ തുലനം ചെയ്തു. എനിക്ക് ഈ നാടിനോടുള്ള അറ്റാച്ച്മെൻറ്റാണ്. എനിക്ക് ഓരോ ദിവസങ്ങളും തൃശ്ശൂരിനെ പറ്റി ശരിയാണ്, കഴിഞ്ഞ ഒരു 4-5 കൊല്ലം എനിക്ക് കുറേ കയ്പുള്ള അനുഭവം ഉണ്ടായി. പക്ഷെ എൻ്റെ മനസ്സിൽ നിന്നും തങ്ങി നിൽക്കുന്ന അച്ഛനും അമ്മയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിച്ച ഈ വീടും ഈ പരിസരവും അതൊക്കെ നല്ല ഓർമ്മകളാണ്. അതുകൊണ്ട് തൃശ്ശൂരിലെ ആളുകൾ നല്ലവരാണ്. ഞാൻ ഇപ്പോഴും പറയും, എനിക്കിവിടെ വന്ന് നിന്നേലോ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുന്നില്ല. പക്ഷെ കുറച്ച് ആൾക്കാരുണ്ട്, അത് അവരാണ് ഇനി ആലോചിക്കേണ്ടത്. എൻ്റെ ബാധ്യതയല്ല ആ പ്രസ്ഥാനത്തിനെ പറ്റി ആലോചിക്കേണ്ടത്. ഇത്ര മാത്രമേ പറയുള്ളൂ. ഓ പോയി ക്ഷണിക്കുമെന്നോ? എങ്ങോട്ടേക്ക്? എന്തിനാണ് ക്ഷണിക്കേണ്ട കാര്യം? അദ്ദേഹം ബുദ്ധിയും വിവരമില്ലാത്ത ആളൊന്നുമല്ല. ബുദ്ധിയുള്ള 2 പിള്ളേരാണ് കരുണാകരൻ വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തിരി സെൻസ് മുരളിയേട്ടനോട് അതൊന്നും പറഞ്ഞു കൊടുക്കണ്ട. മുരളിയേട്ടൻ വേണ്ടത് ചെയ്യുമ്പോൾ അദ്ദേഹം അത് ചെയ്തോളൂ. അത് ചോദിച്ചിട്ടില്ല. ചോദിക്കാത്ത കാര്യം, അറിയാത്ത കാര്യം ഇല്ല. ഞാൻ ഊഹിച്ചിട്ടേ ഇല്ല. കാരണം ഊഹിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഇത്രയല്ലേ ആയിട്ടുള്ളൂ. അല്ല, ഞാനോ സ്നേഹം? എനിക്ക് സ്നേഹം എപ്പോഴും ഉണ്ട്. അയ്യോ, ഒരിക്കലും എൻ്റെ ഒരു രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ 2 ഇതിൽ നിന്നാലും
ഞാൻ ഈ നിമിഷം വരെ കെ മുരളീധരൻ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ? എന്നെ എന്തൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് എൻ്റെ ചേട്ടൻ്റെ സ്വഭാവം അറിയാം. ദേഷ്യം വന്നാൽ എന്ത് പറയും, അച്ഛനെയായാലും അമ്മയായാലൊക്കെ പറഞ്ഞു എന്ന് വരും. അത് കഴിഞ്ഞാൽ ആ ഒരു ഇത് കഴിഞ്ഞ ആൾ താഴത്തേക്ക് പോകും. പറഞ്ഞോട്ടെ, ഞാൻ അനിയത്തിയല്ല. അയ്യ, അത്ര ചീപ്പായിട്ട് അദ്ദേഹം പോവും എനിക്കറിയില്ല. കാരണം അദ്ദേഹം KPC പ്രസിഡന്റ് ആയിരുന്ന ആളാണ്, എല്ലാ ഇതിലും ഇരുന്ന ആളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വേദന ഉണ്ടാവും. സ്വന്തം നാട്ടിൽ വന്നിട്ട് തോൽപ്പിക്കുക വെച്ചാൽ ഒരു മാന്യമായിട്ട് തോൽപ്പിക്കണ്ടേ? എന്തൊരു തോൽപ്പിക്കണേ? മൂന്നാമത്തെ ഇലക്ക് കിട്ടുക. ഞാൻ അദ്ദേഹത്തിനോട്, ഞാൻ ഈ പ്രസ്ഥാനത്ത് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞതാണ് 2 ദിവസം മുമ്പ്. അന്ന് സഹോദരൻ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ സംസാരിക്കുമായിരുന്നു ഇടയ്ക്ക്. ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും ഇങ്ങോട്ട് വരല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ അറിയോ? പറഞ്ഞ വാക്ക് അദ്ദേഹത്തിനോട് പോയി ചോദിച്ചോളൂ. നമ്മുടെ അച്ഛനും അമ്മയും അവിടെ കിടക്കുന്നുണ്ട്, ആ അച്ഛനമ്മേനും കൂടി ഇവിടുന്ന് എടുത്തോണ്ട് പോയാലോ ഞാൻ എന്ന് ആലോചിക്കണു എന്ന് പറഞ്ഞ ആള് തൃശ്ശൂർ അദ്ദേഹത്തിന് ആരാണ് കുഴിയിൽ കൊണ്ട് ചാടിച്ചതെന്ന് അദ്ദേഹമാണ് പറയേണ്ടത്, ഞാനല്ല. കാരണം അത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. അല്ല, ഞാൻ ഇതിനൊന്നും ഉത്തരം പറയണില്ല. എന്താ കാരണം അറിയാം? ഒന്ന്, നിങ്ങൾ ആ വണ്ടി എടുത്ത് ആ DCC ഓഫീസിൻ്റെ മുമ്പിൽ പോയാൽ ആരൊക്കെയാണെന്നുള്ള അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് കേട്ടാൽ. ഞാനല്ലല്ലോ പറഞ്ഞു, കോൺഗ്രസ്സുകാരനെ ചെയ്തതാണ്, ഞാനല്ല ചെയ്തത്. ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല. ആയിരിക്കുമല്ലോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ എല്ലാ കോൺഗ്രസ്സുകാരൊന്നും മോശമെന്ന് ഞാൻ പറയില്ല. നല്ല ആളുകളുണ്ട്, സ്നേഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരു വിഭാഗം ഇങ്ങനെ ഞങ്ങൾ പ്രവർത്തിക്കണം എന്നൊക്കെ തീരുമാനിക്കണം അവരാണ്. ഏതാ ഞാൻ പറയട്ടെ, അങ്ങനെ പറയുകയാണെങ്കിൽ ഒരാളെ മാത്രമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരാളുടെ കീഴിലായിരിക്കുമല്ലോ. പിന്നെ ഉമ്മ വയ്ക്കണതും വേർപ്പ് ഒപ്പി കൊടുക്കണം മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും ആൾക്കാർ വരുമ്പോൾ നമ്മളായാലും വേർപ്പുണ്ടെന്ന് ബോധം കിട്ടിപ്പോയി ഒന്ന് തുടച്ച് കൊടുക്കും. ആ തുടച്ച് കൊടുക്കണ വേറെ ഉദ്ദേശത്തിലാവരുതെന്ന് മാത്രമേ ഉള്ളൂ. ആ തലമുറ മാറിയല്ലോ. ആ തലമുറയുടെ കൂടെ നിന്നിരുന്ന കുറേ ആളുകളുണ്ട്. അത് അവരും മുഴുവൻ എന്ന് പറയാൻ പറ്റില്ല. അതിലും ഉണ്ടായിരുന്നു കുറേ ആളുകൾ. ആ ആളുകളും വേറെ പുതിയ ആളുകൾ വന്നവർ എല്ലാവരും കൂടി ചേർന്ന് ഇപ്പോൾ ഒരു കമ്പനി ആയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടിയിട്ടാണ് ഇത് ചെയ്യും എന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല. കരുണാകരൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നല്ലേ 35 കൊല്ലം MLA ആയിരുന്നത്. മാള ഈ ടൗൺ ഒഴിച്ച് ബാക്കി എവിടെ പോയാലും വലിയൊരു കുഴപ്പം ഇല്ല. ശരിക്കും അല്ല, അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ വിഷമം നമുക്ക് മനസ്സിലാക്കാം. കാരണം സ്വന്തം സ്ഥലത്ത് വന്ന് ഇത്രയും ഒരു ദയനീയമായിട്ടുള്ളൊരു തോൽവി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനുള്ള വിഷമം അത് നമുക്ക് എല്ലാവർക്കും, എനിക്കിപ്പോൾ ഒരു സഹോദരി എന്നുള്ള അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ അദ്ദേഹം മറ്റേ ഈ പറഞ്ഞ മാതിരി രാശിയില്ലാത്ത സ്ഥലം എന്ന് എനിക്ക് ഒരിക്കലും തൃശ്ശൂരിനെ പറ്റി തോന്നിയിട്ടില്ല. ആണ്, അത് ശരിയാണ്. പക്ഷെ അത് രാശിയില്ലാത്തത് തൃശ്ശൂരിനല്ല, തൃശ്ശൂരത്തെ കുറേ ആളുകളുണ്ട്. അവരുള്ളിടത്തോളം കാലം തൃശ്ശൂർ രാശിക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഇവരെ പറ്റിയൊക്കെ പറഞ്ഞു തീർന്ന് എനിക്ക് ഇനി സത്യം പറഞ്ഞ ഇല്ല. അല്ല, ഞാൻ അതൊക്കെ തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഈ രണ്ടാമത് ആ പേര് പറയാൻ പോലും എനിക്ക് മടിയാണ് സത്യം പറയുകയാണെങ്കിൽ. ഈ തോൽവിയിൽ അദ്ദേഹത്തിന് മാത്രം ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട്, നിങ്ങൾ രാഷ്ട്രീയം അറിയുന്ന ആൾക്കാരിൽ ഒരു വിഭാഗത്തിൻ്റെ സപ്പോർട്ട് UDF എല്ലാ സ്ഥലത്തും, ഞാൻ പറഞ്ഞില്ലേ, ഈ രാഷ്ട്രീയം പറഞ്ഞ് പേടിപ്പിച്ചിട്ട്, മോദിജിയുടെ പേര് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഉള്ളൊരു വിഭാഗം, അവർ ശക്തമായിട്ടുള്ള ഒരു ഏരിയയിൽ പോലും എന്തുകൊണ്ട് കെ മുരളീധരന് ആ കമ്മ്യൂണിറ്റി ഇവിടെ ആരുടെ കയ്യിലാണ്? കോൺഗ്രസിൻ്റെ. അത് പിന്നെ എന്തും പറയാലോ.
അത് ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ പ്രാവശ്യം രാജാജിക്ക് കിട്ടി അതേ വോട്ടിന് കിട്ടിയിട്ടില്ലേ പ്രാവശ്യം സുനിൽകുമാറിന്? ഏകദേശം ഉണ്ട്. പിന്നെ എവിടെ വോട്ട് ചെയ്യാനാ, എവിടെ വോട്ട് മറക്കാനാ? കാരണം ഈ ഒരു, അതായത് എല്ലായ്പ്പോഴും ജയിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അന്തർധാര, വോട്ട് മറിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് വോട്ടിംഗ് പാറ്റേൺ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് കിട്ടിയിട്ടുള്ളത് BJPക്കും മോദിക്കും സുരേഷ് ഗോപിക്കും കിട്ടിയ വോട്ടാണ് തൃശ്ശൂർ. ഇത് തന്നെ ചന്ദ്രശേഖരന് കിട്ടി, രാജീവ് ചന്ദ്രശേഖരന് കിട്ടി. പിന്നെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു വ്യക്തി, ഞാൻ കുട്ടിക്കാലം വളരെ കാലം മുമ്പ് അറിയുന്ന ഒരാളാണ്. വളരെ നിഷ്കളങ്കനായിട്ട് അദ്ദേഹം ഇപ്പോഴും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക. ഞാൻ ഒരു മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, 1000 ഉറുപ്പ്യ കൊണ്ട് ഇറങ്ങിയാൽ ആരെങ്കിലും സങ്കടം പറഞ്ഞാൽ ആ 1000 ഉറുപ്പ്യ എടുത്ത് കൊടുക്കും എന്ന് ഭാര്യ പണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആൾക്കാരോട് ഇരന്നിട്ടാണ് വീട്ടിലേക്ക് പോവുക. അങ്ങനെ ഒരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു, ആദ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞില്ല, പക്ഷെ ഇപ്പം ജനങ്ങൾ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിന്, അങ്ങനെ വോട്ട് ചെയ്തതാണ് അദ്ദേഹത്തിന്. പിന്നെ 10 കൊല്ലം എന്തൊക്കെയാണ് അദ്ദേഹത്തെ ട്രോൾ ചെയ്യുന്നത് എല്ലാവരും കൂടിയിട്ട്, തുറന്ന ഇദ്ദേഹത്തിനെ പറ്റി കളിയാക്കൽ, ഇദ്ദേഹത്തിൻ്റെ ഡാൻസ് കാണിക്കൽ, അത് കാണിക്കൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ ജോലി സിനിമ അഭിനയമാണ്. അപ്പോൾ കുറച്ച് ഡാൻസൊക്കെ കളിച്ചു, നമുക്കും കളിക്കണം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മൾ ജനങ്ങളെ പേടിച്ചിട്ട് നമ്മളതിൽ സ്റ്റൈൽ പിടിച്ച് നിൽക്കുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് അതില്ല. അതാണ് അദ്ദേഹം നമ്മളൊക്കെ തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പോൾ അദ്ദേഹത്തിന് എന്നിട്ട് 10 കൊല്ലം അദ്ദേഹം ക്ഷമിച്ച് എല്ലാ ചീത്തകളും കേട്ട് എല്ലാ വിഷമങ്ങളും സഹിച്ച് ഇവിടെ നിന്നതിന് ജനങ്ങൾ ഇപ്പോൾ കൊടുത്ത സമ്മാനം എന്ന് പറയുമ്പോൾ, ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം കൊടുത്ത മാതിരിയല്ലേ, ഒരു പൂ എന്ന വളവല്ലേ, അതേ രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ ജനങ്ങളെ ജയിപ്പിച്ചുള്ളത്. അതിന് തൃശ്ശൂരുകാരോട് എത്ര നന്ദി പറഞ്ഞാലും, കാരണം അതിൽ എപ്പോഴും തൃശ്ശൂരുകാരെ കുറ്റം, ഞാൻ ഒരിക്കലും തൃശ്ശൂർ ആളുകളെ കുറ്റം പറയില്ല. കാരണം എനിക്ക് കിട്ടിയ വോട്ടുകളിൽ ഞാൻ വെറും 900 വോട്ടിന് നേരെ തോറ്റ, അത് മുഴുവൻ ഇവിടുത്തെ ആൾക്കാർ വോട്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് തൃശ്ശൂരത്തെ ആളുകളെ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്, ഒരിക്കലും പറയില്ല ഞാൻ. അല്ലല്ല അല്ല, മറ്റേ ഞാൻ അതിൽ ഈ പറഞ്ഞ മാതിരി അന്ന് എന്നെ എന്തായാലും തോൽപ്പിച്ചവരുടെ കൂട്ടത്തിൽ ജോസ് വള്ളൂരൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അവിടെ അടുത്ത് സ്ഥാനാർത്ഥിയായിരുന്നു. എന്തിനാ ഇല്ലാത്തവരെ ഞാൻ പിടിച്ച് വലിച്ചഴക്കണം, അതൊന്നും ഒരു കാര്യമല്ല. ഇതിൽ എല്ലാ കമ്മ്യൂണിറ്റികളുടെയും വോട്ട് പേടിച്ച് സുരേഷ് ഗോപിക്ക് അവർ പലരും അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, പ്രതാപനെതിരെ പറയേണ്ട കാര്യം ഞാനെന്തിനാ പറയണം? നിങ്ങൾ വേണേൽ KBC ഓഫീസിൽ പോയാൽ പഴയ പേപ്പർ ഇരിക്കില്ലെങ്കിൽ എൻ്റെ പരാതി അവിടെ കാണും, അന്ന് പോയി നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഈ പറയുന്ന നേതാക്കന്മാരുടെ പേര് പറയാൻ പോലും എനിക്കിഷ്ടമല്ല. പേര് പറയാൻ പോലും അത്രമാത്രം വേദനിപ്പിച്ച് കണ്ണീരോടുകൂടി എന്നെ ഈ പാർട്ടി നിറക്കി വിട്ടത് എല്ലാം കൂടി. അതാണ് അതിൽ ഒരു സംശയം. അത് ഞാൻ ഈ ലോകത്തിൽ എവിടെ ചെന്നാലും ഞാൻ പറയും. അതെ, അത് നമ്മൾ വിചാരിച്ച മാതിരിയാണോ അതിലത്തെ വോട്ടിംഗ്? ഇത് ഞാൻ കണ്ടു, എന്നല്ല ഞാൻ വോട്ടിംഗ് ഇട്ട്. ന്യൂനപക്ഷങ്ങൾ ഗുരുവായൂർ മാത്രമൊന്നുമല്ല, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഈ മണലൂരുണ്ട്, ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഈ ഏറ്റവും കുറവുള്ളത് തൃശ്ശൂർ ടൗണിൽ, അവിടെ പോലും ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ 20,000 വോട്ടിനാണ് സുരേഷ് ഗോപി. അപ്പം നമ്മൾ ഇവരുടെ അടുത്തൊക്കെ നിൽക്കുന്ന നമ്മൾ നോക്കേണ്ടത് സ്നേഹത്തിൻ്റെ ഇത് കൊടുത്താൽ ആരും നമുക്കത് തിരിച്ചു തരും. കോൺഗ്രസ്സുകാരുടെ ഈ കള്ളക്കളി പൊളിച്ചില്ലെങ്കിൽ ആളുകൾ തമ്മിൽ അടിച്ച് പിരിയും. അതിലേക്കാണ് കോൺഗ്രസ് കൊണ്ടുപോകണം. അയ്യോ, ഞാൻ സംസാരിക്കാത്ത ഞാൻ എങ്ങനെയാ ചോദിക്കുക? ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ. അല്ല, ഞാൻ എന്നെ ആ ഇലക്ഷൻ സമയത്ത് എന്തൊക്കെയോ പറഞ്ഞു, പക്ഷെ ഞാൻ അതിനൊന്നും ഉത്തരം പറയാല്ല. കാരണം എനിക്ക് എൻ്റെ ചേട്ടനോട് ഇപ്പോഴും സ്നേഹവും ബഹുമാനവും ഉള്ളൊരു അനിയത്തിയാണ്. ഇത്രയും കാലം അദ്ദേഹം പറഞ്ഞതിനൊന്നും ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല. ഇനി മരിക്കുന്നവരെ എനിക്ക് ഭഗവാനോട് ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഭഗവാനെ ആ സമയത്ത് എനിക്ക് കൺട്രോൾ തരണേ. കാരണം പറഞ്ഞാൽ പിന്നെ എൻ്റെ ചേട്ടൻ്റെ സ്വഭാവം എനിക്കല്ലാണ്ട് വേറെ ആർക്കും അറിയില്ല. ആ പറയണ സമയത്ത് ഒരു ബഹളമേ ഉള്ളൂ, ഇനി ഒന്നുമില്ല. അദ്ദേഹം അവസാനിപ്പിക്കുന്ന ആരും പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹത്തിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല.
ഇന്നോ നാളെ വേണമെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരിക്കും. മറ്റന്നാൾ അദ്ദേഹം പുറത്തിറങ്ങുന്നതാണ്. ഒരു അനിയത്തി എന്നുള്ള ആളല്ലേ ഞാൻ വിശ്വസിച്ചത്. എനിക്ക് രാഷ്ട്രീയം എനിക്കിപ്പോൾ അറിയില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വേറെ, എൻ്റെ രാഷ്ട്രീയം വേറെ. അതിപ്പോൾ ആരും ചേട്ടനുള്ളതല്ല, ആരും ഇങ്ങോട്ട് വന്നാലും സന്തോഷമുള്ളൂ. കാരണം തെറ്റിദ്ധരിച്ച കുറേ ആളുകൾ അപ്പുറത്തുണ്ട്. അവരെല്ലാം ഇവിടെ ഈ പാർട്ടിയുടെ ഉള്ളിൽ കണ്ട് വരും. വരണം എന്നല്ല, വരും. അല്ല, ഒരു സംശയവും വേണ്ട അക്കാര്യത്തിൽ. ഇനിയും ഇഷ്ടംമാരി നേതാക്കൾ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദേശീയ തലത്തില് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ശരിക്കും നോക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് നമ്മൾ വിചാരിക്കുന്ന ഈ വർഗീയത മതസ്പർദ്ധ എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് എന്ന് പറയുന്നത്. പക്ഷെ ഉത്തരേന്ത്യയിൽ അത് തിരിച്ചാണ്. ഈ ബി ജെ പിക്കുള്ള അടിയാണ് അവിടെ പറ്റിയിട്ടുള്ളത്. ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് അടികിട്ടിയ സ്ഥലം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന യു പി അല്ലേ? യു പിയിൽ പല സംഗതികളും എന്ന് വെച്ചിട്ട് ഒരു ഒഴുക്കല്ല, ഒരു ചെറിയ ഒരു എന്താ പറയുക, എന്തെങ്കിലും കാര്യങ്ങൾ പ്രതിഷേധമോ, എനിക്കത് എന്താ പറയണത്, പല പ്രശ്നങ്ങളുണ്ടാവും, ആഭ്യന്തര പ്രശ്നം. പിന്നെ ഒരു പാർട്ടി 10 കൊല്ലം ഭരിച്ചിട്ട് ചെറിയൊരു എതിർപ്പ് ഏത് പാർട്ടിയോടും ഉണ്ടാവും. അത് എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ശ്രീ മൻമോഹൻ സിംഗ് 180 പേരെയും കൊണ്ടാണ് അധികാരത്തിൽ വന്നു. കോൺഗ്രസിന് അന്ന് 180, നമ്മളൊക്കെ ഡൽഹിയിലുണ്ടായിരുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞ് 5 കൊല്ലം ഭരണം നന്നായി കൊണ്ടുപോയി. അതിൻ്റെ അടുത്ത 5 കൊല്ലം കൊണ്ടുപോയി. എന്നിട്ട് തിരിച്ചു വന്നപ്പം കോൺഗ്രസിന് എത്ര സീറ്റുകളാണ്? 40 സീറ്റ് അല്ലേ? ഇന്നിപ്പോൾ ബി ജെ പിക്ക് എത്രയാണ്? 245. അദ്ദേഹത്തിൻ്റെ ഭരണം വലിയ കുഴപ്പമില്ലായിരുന്നു എന്നുള്ളത് ജനങ്ങൾ അംഗീകരിച്ചു എന്നല്ലേ. മൂന്നാമതും ഭരണത്തിലേറുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നെഹ്റുവിൻ്റെ കാലം കഴിഞ്ഞ പിന്നെ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. അതൊരു സാധാരണക്കാരനോ അല്ലെങ്കിൽ സ്വന്തം താല്പര്യം നോക്കണോ അല്ലെങ്കിൽ കറപ്ഷനുള്ള. ഇപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് 2ാം ഊഴത്തിൽ കഴിഞ്ഞിട്ട് 3ാം ഊഴത്തിലേക്ക് കിടക്കാൻ? മുഴുവൻ കറപ്ഷനായിരുന്നു അല്ലേ? അങ്ങനെ ഒരു എന്നിട്ട് അതുകൊണ്ട് നമ്മൾ പോയി ഇവർ അല്ല എന്തും അല്ല മറ്റെന്ത് കാര്യങ്ങളാന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരം പറയാം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതമാണ് ഇത്ര ഞാൻ ഇവർ പറയണത്. ഇപ്പൊ ഇന്നലെ എല്ലാം അവരാണ് ചെയ്തതെന്നുള്ള രീതിയിലാണ്. ആ അഖിലേഷ് യാദവോ അല്ലെങ്കിൽ സ്റ്റാലിന് ഇങ്ങനെ കുറേ പേര് കൂടിയിട്ട് തൻ്റെ ആ 99 ഇങ്ങോട്ട് തന്നെ ഒന്ന് ഞാൻ തരാം എന്നിട്ട് എനിക്ക് 100ആയി എന്ന് പറയുന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് കളിക്കുന്ന രാഷ്ട്രീയം. അതായത് ഇതെല്ലാം ഞങ്ങൾ നടന്നുകൊണ്ടാണെങ്കിൽ 200-250 സീറ്റിന് മേലെ കിട്ടേണ്ട സ്ഥലത്താണ് ഇവരുടെ ഔദാര്യം കൊണ്ടാണ് കിട്ടിയത്, അല്ലാണ്ട് കോൺഗ്രസിൻ്റെ കഴിവുകൊണ്ടല്ല കിട്ടിയത്. സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു സിനാരിയോ വരികയാണെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ ആര് പറഞ്ഞു? ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉള്ള കക്ഷിനെയല്ലേ പ്രസിഡന്റ് വിളിക്കുക? ആണോ? അല്ലേ? അപ്പൊ ബി ജെ പിന്നല്ലേ വിളിക്കുക? അല്ല, 245 സീറ്റ് ഒറ്റയ്ക്ക് കിട്ടിയ ബി ജെ പിയോ എല്ലാം കൂട്ടിയിട്ട് അതിൽ മമതനെ കൂട്ടരുത് ദയവ് ചെയ്തിട്ട്. മമത എപ്പോഴും ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല. അവർ വല്ലപ്പോഴും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നല്ലാണ്ട് ഇന്ന് പറയണമല്ല നാളെ അവർ പറയും. ഒരു 200 സീറ്റ് കിട്ടിയ മുന്നണിക്ക് ഭരിക്കാൻ പറ്റുമോ? ചന്ദ്രബാബു നായിഡു ഇത്രയും കഷ്ടപ്പെട്ട് ജയിലിൽ കിടന്ന് ഒക്കെ തിരിച്ചു വന്നത് അദ്ദേഹം എനിക്ക് എൻ്റെ അച്ഛൻ്റെ കാലത്തെ ചന്ദ്രബാബു നായിഡുവിനെ അറിയാം. എനിക്ക് അദ്ദേഹം നല്ല ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരൻ, കുറച്ചും കൂടി നിറയുള്ള രാഷ്ട്രീയക്കാരനാണ്. പോകുമ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ചത് വിൻസെന്റിനെതിരെയാണ്. അപ്പോ ഇത്തവണയും വിൻസെന്റിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ളൊരു
സഹകരണം ഉണ്ടായിട്ടില്ല എന്നൊരു പരാതി പറയുന്നത് പറഞ്ഞു കേട്ടോ, അവനെ പറയണ്ടല്ലോ. അത് ചേച്ചി അത് തന്നെയാണെന്ന് ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? ചേച്ചിയെ സംഭവിച്ചത് അല്ല, രണ്ടും ഇത്തിരി വ്യത്യാസമുണ്ട്. എൻ്റെ സമയത്ത് എൻ്റെ കൂടെ ഇറങ്ങി പറ്റിച്ചു. കെ മുരളീധരൻ്റെ കാര്യത്തിൽ ഒരു സ്ഥലത്തേക്ക് ഒളിച്ചിരുന്ന് അവിടെ ഇരുന്ന് ഓപ്പറേഷൻ നടത്തി. എന്താ നമ്മൾ പറയില്ലേ, ഒളിപ്പൂര് അങ്ങനത്തെ നടത്തി. രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. ആര് പറഞ്ഞു ഇത് കോൺഗ്രസിലേക്കോ? അതുകൊണ്ടല്ല, സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം അതിൽ വലിയൊരു കാര്യം. പിന്നെ BJP വെറുക്കപ്പെടേണ്ട ഒരു പാർട്ടിയല്ല, അത് ഞങ്ങൾക്കും കൂടി പറ്റുന്നൊരു പാർട്ടിയാണ് എന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ തിരിച്ചറിവ്. പിന്നെ ഇവിടുത്തെ ഞാനതിൽ പ്രത്യേകിച്ച് അവരൊരു ബഹളം ഉണ്ടാക്കാണ്ട്. പക്ഷെ ഞാൻ ഇലക്ഷൻ സമയത്ത് അപ്പം എനിക്ക് തോന്നി ഇവരിപ്പം അത്ര അറിഞ്ഞിട്ട്, പിന്നെ നല്ലോണം വോട്ടുകൾ ചേർക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരിക്ക് ഒരു കേഡർ പാർട്ടിയുടെ രൂപത്തിലാണ് ഇപ്രാവശ്യം BJP ഇവിടെ വർക്ക് ചെയ്തത്. ഓരോരുത്തരും ഞാൻ ആദ്യം ഈ ഉണ്ണികൃഷ്ണമാഷ കണ്ടപ്പോൾ ഇങ്ങോരു വലിയൊരു ഇതുള്ള, പക്ഷെ അങ്ങോർക്ക് ആ പാർട്ടിയോടുള്ള ആത്മാർത്ഥതയും മനസ്സിൻ്റെ ഒരു ഗുണം. ഇവർ രണ്ടുപേരും മാത്രമല്ല, ഞാൻ ഇനിയുണ്ട് ആൾക്കാർ, പക്ഷെ ഞാനിപ്പോൾ ഇവരെൻ്റെ അടുത്തുള്ളതുകൊണ്ടാണ് പറയുന്നത്. അവരുടെ ഒരുമിച്ചുള്ള പ്രവർത്തനം, സുരേഷ് ഗോപിയുടെ ഇതെല്ലാം. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഈ മോദിയെ പറ്റി പറഞ്ഞ് ഞാൻ എന്താ തൃശ്ശൂരിനെ പറ്റി പറഞ്ഞു, ബാക്കി ഞാൻ 14 ജില്ല എടുത്താലും തൃശ്ശൂർ ജില്ലേനെ പറ്റി ഞാൻ പറയാൻ കാരണം അവർക്ക് ആദ്യം ഒന്നും അവർ പിടികൊടുക്കാണ്ട് മാറിയിക്കും. പക്ഷെ കൊടുത്താൽ അവർ മനസ്സ് തുറന്നു കൊടുക്കും. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കണമെന്നും എനിക്ക് മനസ്സമാനത്തോടു കൂടി എനിക്ക് ജോലി ചെയ്യണം എന്ന് മാത്രമാണ്. അതെനിക്ക് അവരിപ്പോൾ തരുന്നുണ്ട്. എനിക്ക് ഒരു സഹോദരി എന്നുള്ള നിലയ്ക്ക് എന്നെ 2 കൈ കൊണ്ട് അവർ കൈനീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കോൺഗ്രസ്സിലുള്ളതിനേക്കാളും എൻ്റെ പിതാവിനോട് സ്നേഹ ബഹുമാനങ്ങൾ ഈ പാർട്ടിയിൽ പലർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതെല്ലാം സത്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്കത് വളരെയധികം ഒരു ഞാൻ ഈ സമയത്ത് ഞാനൊന്നും കിട്ടണമെന്ന് വെച്ച് വന്നതല്ല. അത് ദയവ് ചെയ്ത് ആ രീതിയിലേക്ക് എന്നെ കാണരുത്. പക്ഷേ എനിക്കിപ്പം സ്വതന്ത്രമായി വർക്ക് ചെയ്യാനുള്ളൊരു ഒരു ഇതുണ്ട് എനിക്ക്. പ്രത്യേകിച്ച് സ്ത്രീകളോട് അവർ കാണിക്കുന്ന ഒരു ബഹുമാനം, അത് വലിയ കാര്യം തന്നെയാണ്. ഞാനും കണ്ടു മാതൃഭൂമിയിൽ. അത് ഇവിടെ മാതൃഭൂമിയുടെ ലിഷോയാണ്. അപ്പൊ പിന്നെ ലിഷോയോട് ചോദിക്കില്ലേ? എനിക്കറിയില്ല. ഏത് ഇതോ? അല്ല, എൻ്റെ സഹോദരന് MP ഓഫീസ് ഇവിടെ എടുക്കേണ്ട ആവശ്യത്തിന് വീടെടുക്കാണ്ട് ഇവിടെ വന്നാൽ എൻ്റെ സഹോദരൻ അദ്ദേഹത്തിന് ഞാൻ പറയില്ല. കാരണം ഓരോരുത്തർക്ക് പാർട്ടി വിശ്വാസങ്ങളുണ്ട് അല്ലേ, അല്ലെങ്കിൽ ജാതി മതം ഇതൊന്നും ഇല്ലാണ്ട് വളർന്നൊരു വീട്ടിൽ നിന്ന് വരുന്ന ആളാണ് ഞാൻ. എൻ്റെ സഹോദരൻ MP ആയാലും MP ആയില്ലെങ്കിൽ എപ്പോൾ ഉണ്ടായാലും ഇവിടെ സന്തോഷമായിട്ട് ഞാൻ നല്ല ഭക്ഷണം കൊടുത്ത് ഒരു പെങ്ങൾ എന്നുള്ള നിലയിൽ, അത് മാത്രം. രാഷ്ട്രീയം ഇല്ല കേട്ടോ. രാഷ്ട്രീയം ഞാൻ ഇപ്പോഴും എടുത്ത് പറയണം, എൻ്റെ രാഷ്ട്രീയം പറയാം. സഹോദരി ആള് കിടന്ന് വളം വെക്കുമ്പോൾ നാളെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എവിടെയാണ് മാലിട്ട
ജേസൺ ചിന്തിക്കുന്നുണ്ട്. എന്റെ കാല് തട്ട